പഠിക്കണോ സേവാന്ദ്രത്തിലെ കണക്ക് നോക്കണോ? സേവാകേന്ദ്രത്തിലെ കണക്ക് നോക്കളെ എല്ലാം ഭംഗിയായിട്ട് പോന്നാ? നന്നായിട്ട് പോണു. ഇന്ന് പോകുമ്പോ ഒരുമിച്ച് പോവാവേ. ചേട്ടൻ വൈകിട്ടേ പോകത്തുള്ളൂ സേവാകേന്ദ്രത്തിലോട്ട്. മതി, ഞാൻ അപ്പൊ കൂടെ വരാം. ശരി. പാറുവേ ബാ. എവിടെ പോവാൻ? അടുക്കളയില്. ഞാൻ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും പോകാനായിരിക്കുന്നു. ചേച്ചി ആ ഒരു കട്ടൻ ചായ. എന്തോ എങ്ങനെ കേട്ടില്ല? എന്താന്ന് ഇത്ര ഉറക്കം പറഞ്ഞിട്ട് കേട്ടില്ലേ? ചേച്ചിയുടെ ചെവി കഴിച്ചു പോയാ? ഒരു ഗ്ലാസ് കട്ടൻ ചായ ചൂട് വേണം. കട്ടൻ ചായ നീ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടോ? പിന്നെ ഇട്ട കട്ടൻ ചായ തീർന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഇട്ട കട്ടൻ ചായ തീർന്നു പോയെങ്കിൽ പുതിയൊരു കട്ടൻ ചായ ഇട്ടുണ്ട് വരണം. എന്തോന്ന് ചേച്ചി പറയണേ? ഈ അച്ഛന്റെ ഈ സ്റ്റൂളിൽ കയറി നിന്ന് വലിയ ആള് കളിക്കരുത് കേട്ടാ. എന്നിട്ട് പോടേക്കാൻ. ചേച്ചി ഒരു കട്ടൻ ചായ ഇട്ടുണ്ട് വായിച്ചി. എന്തോന്ന് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു മാസത്തെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ സേവാകേന്ദ്രത്തിലെ. എടാ നീ ഈ കണക്കൊക്കെ ആഴ്ചയിൽ നിനക്ക് നോക്കി വെച്ചൂടെ? ഇത്ര ബുദ്ധിമുട്ടണ എന്തിനാ? അതിന് ശനി ഞായറും എനിക്ക് ലീവില്ലല്ലോ. കഷ്ടപ്പെടുവല്ലേ ശനി ഞായറും. 24/7 പണിയല്ലേ. ചേച്ചി മക്കളാ, നീ അച്ഛനും കേട്ട് തിരക്കാണോ നിനക്ക്? പിന്നെ അല്ലാണ്ട് ഈ വീട്ടിലെ എല്ലാവരെക്കാൾ കൂടുതൽ തിരക്ക് ഇവനാണ്. ഇവന്റെ പഠിത്തം, പിന്നെ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരുടെ പഠിത്തം, ജനസേവാ കേന്ദ്രത്തിലെ തിരക്ക്, പിന്നെ മാനസികമായ ചില സമ്മർദ്ദങ്ങൾ. വേറെ മാനസിക സമ്മർദ്ദോ? അതെന്തര്? ഇവന്റെ ഈ എല്ലാ തിരക്കും കൂടെ കുഴയുമ്പോ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇതേപോലെ ആയിരുന്നു എൻ്റെ പിള്ള ബാലു. എന്തെല്ലാം ചെയ്യുമായിരുന്നു അറിയാമോ? നല്ലവനാണ്. ആലോചിക്കുമ്പോൾ ഒരു കാര്യത്തില് വിഷമമുള്ളൂ. എന്ത് കാര്യം അപ്പൂപ്പ? അത് പറഞ്ഞ ആർക്കും പിടിക്കില്ലടാ. രാഘവണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പിള്ളേർ രാജാവ് ജീവിക്കും പോലെ ജീവിച്ചേനെ. ആ അച്ഛന്റെ രാഘവ മാമൻ. ഓ രാഘവണ്ണേ, മക്കളെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും പേരിൽ 50 സെന്റ് എഴുതി വെച്ചല്ലേ രാഘവണ്ണൻ? രാഘവണ്ണനെ വെട്ടൊന്നു തുണ്ടൻ രണ്ട് എന്നുള്ള പ്രകൃതിക്കാരനാണ്. പക്ഷെ ബാലുവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ബാലുവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. പാവം നേരത്തെ അങ്ങ് പോയി. അപ്പൊ പോയി. സത്യം പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെ ഒരു ബന്ധമുണ്ടല്ലോ, വല്ലാത്തൊരു ആത്മബന്ധമാണ്. അച്ഛൻ നമ്മുടെ രാഘവപ്പൂപ്പിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വരാന്ത ഇരുന്നുകൊണ്ട് പുറത്തോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും, ആ എൻ്റെ രാഘവമാമൻ എന്നൊക്കെ. ഭയങ്കര സംഭവം. 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞേ ഉള്ളൂ. ആഴ്ച ഒരിക്കലെങ്കിലും മിനിമം പറയാൻ എന്തായാലും. അത് മാത്രം അമ്മയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തെ നീട്ടത്തിലൊരു വിളി വിളിക്കും, എന്റെ രാഘവ മാമാന്ന്. സംഗതി ഇതൊക്കെ ആണെങ്കിലും നീലുവിൻ്റെ കയ്യിൽ പൊട്ടത് എൻ്റെ ഭാഗ്യം. അവളെ കൊണ്ടേ മേയ്ക്കാൻ പറ്റൂ. രണ്ടിനും കൂടെ എങ്ങോട്ട് പോയത്? എന്തോ സാധനം മേടിക്കാണ്ടെന്നും പറഞ്ഞു പോയതാ. അരമണിക്കൂർ മോളെ ഇപ്പൊ തിരിച്ചു തരാന്നും പറഞ്ഞു പോയതാ. ഇപ്പൊ പോയിട്ട് ഇപ്പൊ 1.5 മണിക്കൂറായി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അവൻ്റെ കൂടെ പോയത്. യാതൊരു രീതി തിരിച്ചു വരുമോ എന്തോ. യേശുവേ, ഇനിയിപ്പോ വരുന്ന വഴിക്ക് 2 കൂടെ അടിയായി കാണുവോ? അങ്ങനെ അടിയായാലും അമ്മ അവിടെ വെച്ചൊന്നും പറയൂല. വീട്ടിൽ കൊണ്ടുപോയിട്ട് നൈസിൽ കൊടുത്തോളൂ. ഭഗവാനെ, ഇതേപോലെ ഒരുത്തൻ. ഓട്ടം എത്തിയില്ലേ? പിന്നെന്തെന്ന് അവന് ചെന്ന് കയറി കൊടുത്താ പോരെ? നിന്റെ അച്ഛൻ കുട്ടമ്പളാണെങ്കിൽ നീ ഇതുപോലെ ചോദിപ്പിക്കോടി. കൊള്ളാം. അച്ഛനാണ് ഞാൻ ഇവിടെ ഓട്ടോ വിളിച്ച് കടയിൽ പോയി സാധനം മേടിച്ച് ആ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യിച്ച് ഓട്ടോയിൽ തന്നെ തിരിച്ച് ഇവിടെ വന്ന് കയറിയാണ്. അല്ലേ അകത്ത് കയറി ഞാൻ കാണിച്ചു തരാടി. നീ കയറി. നീ വാങ്ങിക്കോളൂ പെട്ടെന്ന്. ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ വല്ലപ്പോഴും. അയ്യോ അയ്യേ, നിനക്കെന്തിനാ വയ്യാത്തത്? നീ എന്താ എന്നെ എടുത്തോണ്ട് വന്നാ? അല്ല, അത്ര ദൂരം നടന്നു വന്നില്ലേ? ആര് നടന്നു? നീ ഒറ്റയ്ക്ക് നടന്നത്? ഞാൻ ചോറ് എടുത്തോണ്ട് നടന്നത്. അയ്യോ, ഈ ചുമടെടുത്തിട്ട് ഞാൻ നടന്നുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എന്നിട്ട് എന്നെ ക്ഷീണിച്ച്. എടി ചുമടെടുത്ത് ഞാനും ക്ഷീണിക്കണത്. ഒറ്റയ്ക്ക് നടന്ന നീ എന്താണ് ക്ഷീണിക്കണത്? വഴി വെച്ചേ തുടങ്ങിയ രണ്ടെണ്ണം കൂടെ. എന്റെ പോലാണ് ഞാൻ ചുമ്മാ ഇരിക്കായിരുന്നു. അപ്പൊ നീന്റെ ലിസ്റ്റ് എടുത്തോണ്ട് വന്ന് ഇത് ഞാൻ സോപ്പിട്ട് മറക്കാൻ കടയിൽ കൊണ്ടുപോയി. എന്തോ അല്ലറ ചില സാധനങ്ങൾ വാങ്ങിയ മണ്ണ് വിളിച്ചോണ്ട് പോയത്. അല്ലറ സാധനങ്ങളല്ലേ ഇരിക്കണത്? ഇതാണ് അല്ലറ സാധനങ്ങൾ എല്ലാം അവിടെ വാങ്ങിച്ചോണ്ട് ഒരു കുട്ടിച്ചാക്ക് നിറച്ചോണ്ട് എല്ലാം അവിടെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയപ്പോ. മക്കളെ, അങ്ങനെയാണെങ്കിൽ ക്യാഷിനെ കൂടെ വിളിച്ചോണ്ട് പോയിക്കൂടായിരുന്നാ? അണ്ണാ, ഇതിപ്പോ ഇത്രേ സാധനമല്ലേ ഉള്ളൂ. അവനെയൊക്കെ കൊണ്ടുവരേണ്ട ഇതിന്റെ ഇരട്ടി സാധനം കൊണ്ടുവരേണ്ടി വരും. ദൂർത്തണ എല്ലാത്തിനും. എന്റെ ഊപ്പാട് പോയി അണ്ണാ, ഈ വളവിലെ കടയിലും സാധനം 1/2 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആട്ടോ പിടിച്ച് പോടി. ഇല്ല, നമുക്ക് നടന്നു പോകാം. പോണ വഴി ആട്ടോ കിട്ടും. അണ്ണാ, 50 രൂപ 100 രൂപയ്ക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണെങ്കിൽ അവന്മാരും അത് ലാഭിക്കാൻ വേണ്ടി എന്നെ കഴുതാ പോലെ ചോളടിപ്പിച്ച്. എന്നാ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വന്നൂടായിരുന്നോ? എനിക്ക് ഞാൻ പേഴ്സ് എടുത്തില്ല, പൈസ എടുത്തില്ലടി. പൈസ എടുത്തില്ലെങ്കിൽ ഇവിടെ എന്നിട്ട് കൊടുക്കാമല്ലോ പൈസ. വല്ലതും വെച്ച് താങ്ങി തരും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ മൊത്തം നിറവോടങ്ങ് മേടിക്കണം എന്ന്. അപ്പൂപ്പ അവിടെ കുഴിപ്പളത്തുണ്ടല്ലോ. ജംഗ്ഷൻ കുഴിപ്പളം തമ്മിലെ ശിലാസ്ഥാപനം. ഓട്ടടാ, കഴിഞ്ഞത് കഴിഞ്ഞ് കുട്ടികളാ. എന്റെ പൊന്നെണ്ണ ഭയങ്കര ധാരെടുത്ത് ദൂർത്താണെന്ന്. മാസാമാസം പറയുന്ന കടയിൽ എത്ര രൂപ? 5000 10,000 രൂപയാണ് ആവണത്. അറിയാം.
എവിടെ ഒറ്റ ദൂരത്തോടാണ് ഇത് സംഭവിക്കുന്നത്. അതാ എന്നും നേരെ മറിച്ച് അവിടെ ചെല്ലുമ്പോഴാ ഇവർക്ക് ഒന്നാമത്തെ ഇവർക്ക് പൊറുതിച്ചിരില്ല. കുടുംബം നേരെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ഭയങ്കര ദൂരത്തും ഭയങ്കര തേടി പൈസ ചിലവാക്കല്. നേരെ പണത്തിൽ നോക്ക്, അവിടെ ചെല്ലുമ്പോഴും ഒന്നുമില്ല. 4 ചക്കക്കുരും 2 പുളിച്ചിക്കയും പിന്നെ ഈ വേലി പണം നടക്കുന്ന ചൊറിയുടെ അടുത്ത് തോരൻ വയ്ക്കുക. എത്രയും അതൊക്കെ തൃപ്തിയാണ്. ഇവിടെ ധാരാളത്തെ കാണിക്കുക. അയ്യോ എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ ഈ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഷോക്കേസ് തള്ളി കയറ്റിയിട്ട് നമുക്ക് പട്ടിണി അടക്കാം. എല്ലാ സാധനം അവിടെ തന്നെ ഉണ്ടാവും, പൈസ ചെലവില്ല. ആണോ? നിങ്ങൾക്കറിയല്ലേ, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള സമ്പന്ന കുടുംബത്തിൽ പറഞ്ഞതാണ് ഞാൻ. എന്നിട്ട് എവിടെ ചുമടെടുക്കാണ് എൻ്റെ വിധി. എല്ലാം കൂടെ തുറച്ചോളാം ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് പുഴുങ്ങി തരാനാണോ ഇത്ര സാധനങ്ങൾ മേടിച്ചത് ഇവിടെ? പുഴുങ്ങാടി ഇനി വാട്ടടിച്ചാൽ ഞാൻ താത്തള ഞാൻ. പ്രശ്നം ഉണ്ടാക്കും. മുക്കാക്കിലെ സാധനം ആ കടയിൽ നിങ്ങൾ ചുമക്കാൻ പോയി എന്നെ ചവിട്ടാൻ വരിക. നീ കുട്ടമ്പള ത്രാസ് തൂക്കടി. അപ്പൊ അതിനാണ് ഇത് 3/4 കിലോ. കുട്ടമ്പള ത്രാസ് കൊണ്ട് തൂക്കി നോക്ക്. 3/4 കിലോ. ഈ ചാക്ക് വെയിറ്റിന് 3/4 കിലോ വന്നു. അവളാ 3/4 കിലോ. രണ്ടും പിടിച്ചാൽ അകത്തോണ്ട് വയ്ക്കും. പോയി എടുക്കടാ പ്രീജി ആ വാ പിടിക്കാം. രണ്ടും കൂടെ പിടിച്ചാൽ അകത്തോണ്ട് പോയി. പിടിയടി. പൊക്ക്. പൊക്കാനാ ആ പൊക്ക്. തള്ളിക്കൊണ്ട് പോകുന്നല്ലേ ഭേദം. നീ പൊക്കിക്കോ, ഞാൻ സഹായിക്കാലോ. പൊക്ക് പൊക്കിക്കോ.